കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന നമ്മിൽ നിന്നകന്ന ആ കുഞ്ഞുമാലാഖ 5 പേർക്ക് പുതുജീവൻ നൽകി ചരിത്രത്തിലേക്ക് പോയ ആ കുഞ്ഞുമാലാഖയുടെ വീട്ടിൽ, മല്ലപ്പള്ളിയിലെ വീട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവരും ഉണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്നു. മുത്തച്ഛൻ റജി സാമുവൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളം ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയയപ്പ് നൽകിയിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞു മാലാഖയ്ക്ക്. ആ രക്ഷിതാക്കൾ വലിയ വേദനയിലും, ആലിൻ്റെ വേർപാട് തീർത്ത ആ വേദനയിലും 5 പേർക്ക് പുതുജീവൻ നൽകുന്നതിന് വേണ്ടി ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കേവലം 10 മാസം മാത്രം പ്രായമായ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് കാണിച്ച ആ മാതൃക, ആ ധീരത, അതൊക്കെ എക്കാലവും മനുഷ്യഹൃദയങ്ങളിൽ കൊത്തിവെച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞു മാലാഖയുടെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മുത്തച്ഛൻ റജി സാമുവൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഈ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കേരളം ആലിൻ ഷെറിൻ എബ്രഹാമിനൊപ്പമുണ്ട്, ആ കുഞ്ഞിനൊപ്പമുണ്ട്, ആ കുഞ്ഞു മാലാഖയ്ക്കൊപ്പമുണ്ട്, ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നതിന് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം. മാതൃകാപരമായ തീരുമാനമെടുത്ത ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മാതാപിതാക്കൾ, ആ കുടുംബം, അവർക്കൊക്കെ കേരളം ഒപ്പമുണ്ട്. ഈ വേർപാടിൻ്റെ വേദന തീർക്കുന്ന ആ നിമിഷത്തിൽ കേരളം ഒപ്പമുണ്ട് എന്ന് പറയുക കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സന്ദർശനത്തിലൂടെ ചെയ്യുന്നത്. തികച്ചും മാതൃകാപരമായ തീരുമാനമാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞിൻ്റെ, ആ കുരുന്നിൻ്റെ കുടുംബം കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാര്യത്തിൽ എത്രയോ പേരാണ് ആ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ആലിൻ എന്ന ആ കുരുന്നിൻ്റെ വേർപാട് തീർത്ത ആ വേദന, അതൊരിക്കലും നികത്താൻ കഴിയാത്ത വേദനയാണ്, വേർപാടാണ്. അതോടൊപ്പം ഈ 5 പേർക്ക് പുതുജീവൻ പക്ഷേ നൽകാൻ ആലിൻ ഷെറിൻ മാസങ്ങളോളം ഉദരത്തിൽ പേറിയ ആ കുഞ്ഞിനെ കേവലം 10 മാസം മാത്രമാണ് ആ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞത്, ആ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞത്. ആ ആലിൻ ഷെറിൻ എബ്രഹാം ലോകത്തെ കണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിൻ്റെ ഈ കൗതുക കാഴ്ചകളിലേക്ക് ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ വികസിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് ഈ കേവലം 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം വിട്ടകന്നത്. പക്ഷേ 5 പേർക്ക് പുതുജീവൻ നൽകാൻ ആലിൻ ഷെറിൻ എബ്രഹാമിന് ആയി എന്നത് ആ കുടുംബം ആ വേർപാടിൻ്റെ, ആ വേദനയുടെ നിമിഷത്തിൽ കൈക്കൊണ്ട തീരുമാനമാണ്. അത് മാതൃകാപരമായ തീരുമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയോ പ്രമുഖരാണ് ആ കുടുംബത്തിനൊപ്പം നിന്നത്. മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാൽ, പ്രമുഖ നടൻ കമൽഹാസൻ, പിന്നെത്രയോ രാഷ്ട്രീയ നേതാക്കൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയോ പ്രമുഖർ, അവരൊക്കെ ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്രശിരസ്കരായി നിന്നുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കുടുംബം എടുത്ത ആ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ആ വേർപാടിൻ്റെയും വേദനയുടെയും നിമിഷത്തിൽ ആ കുടുംബത്തിനോടൊപ്പം എന്ന് അറിയിക്കുകയും ചെയ്തവരാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ
ഈ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അജ്മൽ ദിറാർ കൂടി ചേരുകയാണ് മല്ലപ്പള്ളിയിൽ നിന്ന്. അജ്മൽ, പറയൂ. ദിലീപ്, ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമായ കുഞ്ഞിന്റെ പാൽമണവും കളിച്ചിരിയും മാറാത്ത വീട്ടിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഈ ഫെബ്രുവരി 5-ാം തീയതി പള്ളത്തുണ്ടായ അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ശരീരത്തിലെ 4 അവയവ ഭാഗങ്ങളാണ് എസോട്ടോ പദ്ധതി വഴി നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് കൈമാറിയത്. അങ്ങനെ ആലിന്റെ വിയോഗത്തിൽ വേദന ഉണ്ടാകുന്ന അതേ സന്ദർഭത്തിൽ തന്നെ 4 പുതുജീവനേകിക്കൊണ്ട് പ്രകാശം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൂടി പകർത്തിക്കൊണ്ടാണ് ആലിൻ യാത്രയായത്. ഇന്നലെ വൈകിട്ട് 3:30 ഇവിടുത്തെ CSI ചർച്ചിൽ ആലിന്റെ മാമോദീസ മുക്കി 2 മാസം മുമ്പ് മാമോദീസ ചടങ്ങ് നടന്ന അതേ പള്ളിയിൽ ആലിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നടന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും ഈ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും അതുപോലെ തന്നെ ഈ അവയവ ദാതാവ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ഒക്കെയായി ചരിത്രം സൃഷ്ടിച്ചാണ് 10 മാസം മാത്രം നമ്മുടെ ഈ ലോകത്ത് ജീവിച്ച ആലിൻ യാത്രയായത്. ആലിൻ ലോകം കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ ആലിൻ യാത്രയായെങ്കിലും ആലിൻ പ്രകാശം പരത്തിയ 4 മനുഷ്യരുടെ ജീവിതങ്ങളിലാണ്. ഏതായാലും ആലിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയത്. ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഈ വീട്ടിലേക്ക് എത്തിയത്. ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ തന്നെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ മുൻ ഇപ്പോഴത്തെ കോട്ടയത്ത് നിന്നുള്ള ദേവസ്വം മന്ത്രി VN വാസവൻ, സജി ചെറിയാൻ അടക്കമുള്ള പ്രമുഖ മന്ത്രിമാരൊക്കെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നലെ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ കുടുംബത്തിന് ആശ്വാസവും അഭിനന്ദനവും കുടുംബത്തിന്റെ മാതൃകാപരമായ നിലപാടിനെയൊക്കെ പ്രശംസിച്ച മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ആലിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ആലിന്റെ മുത്തച്ഛനെയും മാതാപിതാക്കളെയും സന്ദർശിച്ച മുഖ്യമന്ത്രി അവരോട് ആശ്വാസ വാക്കുകൾ ചൊരിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്വീകരിച്ച നടപടികളെ, അവരുടെ നിലപാടിനെ കുടുംബത്തെ ഒപ്പം നിന്ന് മുഖ്യമന്ത്രി പ്രശംസിക്കുകയാണ്. ഒപ്പം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, അതോടൊപ്പം തന്നെ സിനിമാ താരം മോഹൻലാൽ അടക്കമുള്ളവർ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമായ കുഞ്ഞ് ജീവിക്കുമെന്ന് പറഞ്ഞതിലൂടെ തന്നെ എത്ര വലിയ കാര്യമാണ് ആ കുടുംബം ഈ വേദനകൾക്കിടയിലും ചെയ്തത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ആ മുഖ്യമന്ത്രി കുടുംബത്തെ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദിലീപ് കുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.